നമസ്കാരം. ബി ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രേക്ഷകർക്ക് ഓണാശംസകൾ. ഓണത്തെക്കുറിച്ച് ഒരു ചെറിയ സംസാരമാവാം എന്ന് കരുതുന്നു. കർക്കിടകം കഴിഞ്ഞു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം മുഖത്ത് സന്തോഷം വിരിഞ്ഞു. നമ്മുടെ കാലാവസ്ഥയുടെ, പ്രകൃതിയുടെ, പ്രത്യേകിച്ചും നമ്മുടെ ഗോത്ര സംസ്കാരമായതുകൊണ്ടും ഒരു മൺട്രം, മാവേലി മൺട്രങ്ങൾ എന്നറിയപ്പെടുന്ന ചെറിയ ചെറിയ ഗോത്രങ്ങളായിട്ട് ഉള്ള ഒരു സാമൂഹിക സംവിധാനം ഉണ്ടായിരുന്ന ഒരു പ്രാചീന കാലം, അതിൻ്റെ ഏറ്റവും മനോഹരമായ, അതേക്കുറിച്ചുള്ള മനോഹരമായ ഐതിഹ്യം. ഇവിടെ ഐതിഹ്യം കോട്ടാണ്. ഐതിഹ്യം എന്ന് പറയുമ്പോൾ മിത്ത് എന്ന് ഇംഗ്ലീഷിൽ പറയും. പുരാവൃത്തം, ഐതിഹ്യം ഒക്കെ മിത്തിലാണ് ഉൾപ്പെടുന്നത്. മിത്തും ശാസ്ത്രമൊക്കെ വളരെ ചർച്ചയാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ആ പ്രത്യേക സംഭവം, അത് മിത്തും ശാസ്ത്രവും തമ്മിലുള്ള സംവാദത്തിലേക്ക് ഉൾപ്പെടുത്തേണ്ട കാര്യമല്ല, അത് മറ്റൊരു കാര്യമാണ്. അത് മിത്തിനെ കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നു. അദ്ദേഹം സൂചിക്കുന്ന അതിനെ പ്ലാസ്റ്റിക് സർജറിയുമായി കണക്റ്റ് ചെയ്യുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അത് പർട്ടിക്കുലറായ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് അദ്ദേഹം. അത് അല്ലാതെ അത് മിത്തും ശാസ്ത്രവും വേർതിരിക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ അത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഓണത്തിൻ്റെ ഐതിഹ്യത്തിന് ഭയങ്കര റെലവൻസ് ഉള്ള, എക്കാലത്തും റെലവൻസ് ഉള്ള, അതായത് ഇൻഡസ്ട്രിയലൈസേഷന് തൊട്ട് മുമ്പുള്ള ഗോത്ര ജീവിതം ലോകത്ത് വളരെ വലിയ രീതിയിൽ തരംതിരിക്കുമ്പോൾ പാലിയോലിത്തിക്, നിയോലിത്തിക്, സ്റ്റോൺ ഏജ് എന്നൊക്കെ പറഞ്ഞ് നരവംശാസ്ത്രവും ബയോളജിയും എല്ലാം അങ്ങനെയുള്ള ചരിത്രവും ഒക്കെ അത്തരം കാലഘട്ടങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്. പക്ഷേ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ തൊട്ട് മുമ്പുള്ള പൂർവ്വ ആധുനിക സമൂഹങ്ങളിൽ ഒട്ടുമിക്ക ദേശങ്ങളിലും കൂട്ടമായിട്ടുള്ള, ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ടുള്ള ട്രൈബ്സ്, ഗോത്രവർഗ്ഗങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് സാംസ്കാരിക നരവംശാസ്ത്രം വളരെ കൗതുകത്തോടെ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്. അത്തരം ഗോത്രങ്ങളിൽ നിന്നുള്ള അവർ പ്രകൃതിയെ എങ്ങനെയാണ് തങ്ങൾക്ക് വേണ്ടി ചൂഷണം ചെയ്തത്, ഏത് രീതിയിലാണ് പ്രകൃതിയുമായി വിശ്വാസം ഡെവലപ്പ് ചെയ്തത്, എങ്ങനെയാണ് ഔഷധങ്ങൾ ഉണ്ടാക്കിയത്, അവരുടെ പുരാവൃത്തങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ വിശ്വാസം എന്തൊക്കെയാണ്, അവരുടെ ആയുധങ്ങൾ എന്തൊക്കെയാണ്, ഉപജീവനമാർഗ്ഗം എന്തൊക്കെയാണ് എന്ന അന്വേഷണം സാംസ്കാരിക നരവംശാസ്ത്രം വളരെ മനോഹരമായിട്ട് കണ്ടെത്തുകയും ഒരു പക്ഷേ 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്പ് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കടന്നു കയറിയത് പോലും, ആദ്യം കടന്നു കയറിയത് ഫ്രേസറിനൊക്കെ പോലുള്ള ആളുകൾ കടന്നു കയറിയത് ഇത്തരം ഗോത്ര സംസ്കാരങ്ങളിൽ ഇടയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ അവരുടെ വിവരങ്ങൾ കളക്ട് ചെയ്യുന്നതിൻ്റെ, അതിൻ്റെ തൊട്ടപ്പുറമാണ് കൊളോണിയലൈസേഷന് അത് രാഷ്ട്രീയവും സാമ്പത്തികവുമായി മാറുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ നടന്ന ഈ ഡിജിറ്റലൈസേഷൻ പ്രോസസ്സ് എന്നൊക്കെ പറയുന്ന ഗോത്ര സമൂഹങ്ങളിൽ രൂപപ്പെടുത്തി വികസിപ്പിച്ചെടുത്തിട്ടുള്ള പ്രീ ഇൻഡസ്ട്രിയൽ ആയുധങ്ങളെ സത്യത്തിൽ ഡിജിറ്റലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഇൻഡസ്ട്രിയൽ ടൈമിൽ തന്നെ അതിന് ഫോമുകൾ ഉണ്ടാക്കുക ചെയ്തത്. ഓരോ സാധനം, ഇപ്പോൾ നമ്മൾ ഒരു കുക്കർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, പാചകം ചെയ്യുന്ന കുക്കർ, റൈസ് കുക്കർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, നിലമ്പൂരിലെ ആദിവാസികൾ, ഏറ്റവും പ്രാചീനമായ ഇന്ത്യയിലെ ആദിവാസി സമൂഹമാണ് നിലമ്പൂരിലെ മാഞ്ചേരി കാട്ടിലെ ചോല നായ്ക്കർ. അവർ മുളന്തണ്ടിന് 2 ഭാഷവും കട്ട് ചെയ്തിട്ട് അതിൽ അടപ്പുണ്ടാക്കി, അതിൽ അരി വെച്ച്, മുളരി വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ച്, അതിലൂടെ ഒരു കുക്കർ ഉണ്ടായിരുന്നു സത്യത്തിൽ, പ്രാചീനമായ കുക്കർ. ഇതുപോലെയുള്ള ഒരുപാട് ആശയങ്ങൾ ഗോത്ര സമൂഹങ്ങളിൽ നിന്നാണ് ഇൻഡസ്ട്രിയൽ ടൈമിൽ, അത് ഈ യൂറോപ്പിൻ്റെ അധിനിവേശം ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഉണ്ടാവുകയും അതിനെ തുടർന്ന് അവർ കളക്ട് ചെയ്ത വിവരങ്ങൾ പിന്നീട് ആദ്യം ശാസ്ത്രജ്ഞന്മാരാണ്, ആദ്യം അന്വേഷകരാണ്, സത്യത്തിൽ പര്യവേഷകരാണ് സഞ്ചരിച്ചത്. പിന്നീടാണ് കമ്പനിയൊക്കെ വരുന്നത്. പിന്നീട് ആ കമ്പനി ഈ ആയുധങ്ങളെല്ലാം മോഡേണൈസ് ചെയ്തു. ആ മോഡേണൈസ് ചെയ്ത ആയുധങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായിട്ട് ഡിജിറ്റലൈസേഷൻ പ്രോസസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് പല കോലത്തിൽ നടന്നിട്ടുണ്ട്. ആ നടന്ന കമ്പ്യൂട്ടിംഗ് ആണ് ഇപ്പോൾ അത് വേറെ രീതിയിലേക്ക് രൂപാന്തരപ്പെടുന്നത്. പോട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗോത്ര സമൂഹത്തിലെ സംസ്കാരത്തെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യം, അതേക്കുറിച്ച് കൂടുതൽ അറിയുക എന്നുള്ളത്, കൂടുതൽ ഇൻസൈറ്റ് ലഭിക്കുക എന്നുള്ളത് നമ്മളെ ആഘോഷത്തോട് നമുക്ക് കൂടുതൽ ആഭിമുഖ്യം ഉണ്ടാക്കാനൊക്കെ സഹായിക്കും നമ്മളെ. അപ്പോൾ കേരളത്തിൻ്റെ പ്രാചീന സമൂഹത്തിലെ മാവേലി മണ്ഡലങ്ങളിൽ 1-2 ഗോത്രങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഐതിഹ്യമാണ്. ഇതിനെക്കുറിച്ച് ചരിത്രപരമായ ഒരു അന്വേഷണമല്ല ഇപ്പോൾ നടത്തുന്നത്. ഈ ഐതിഹ്യത്തിൻ്റെ ഫങ്ഷൻ, ധർമ്മം എന്താണ്, അതിൻ്റെ ധർമ്മത്തിൻ്റെ റെലവൻസ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഇന്നത്തെ സംസാരത്തിൻ്റെ, ഇന്നത്തെ വീഡിയോൻ്റെ ഉദ്ദേശം. അപ്പോൾ ക്ലോഡ് ലെവി-സ്ട്രൗസാണ് ഈ ആന്ത്രോപോളജിയിൽ, നരവംശാസ്ത്രത്തിൽ സാംസ്കാരിക നരവംശാസ്ത്രം എന്നൊരു ശാഖയുണ്ട്.
ഈ ശാഖ ഒരുപാട് തരത്തിലുള്ള ചിന്തകൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്, ഫ്രെയിം വർക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ഫീൽഡ് വർക്കിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ സിദ്ധാന്തത്തിലേക്കും പോകാനുള്ള ഒരു വാതിൽ, ഒരു പരിപ്രേക്ഷ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് ഫങ്ഷണലിസം. അതായത് സംസ്കാരം രൂപപ്പെടുന്നതിൽ ചില മിത്തുകൾക്കും ചില വിശ്വാസങ്ങൾക്കൊക്കെ ഓരോന്നിനും അതിൻ്റേതായ ഫങ്ഷനുണ്ട്, ധർമ്മമുണ്ട്. അതാത് കാലഘട്ടത്തിൽ ധർമ്മമുണ്ട് എന്നാണ് പറയുന്നത്. ആ രീതിയിൽ പഠിച്ച ഒരു സ്ട്രക്ചറൽ ആന്ത്രോപോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു കക്ഷിയുണ്ട്. അതാണ് ഈ മിത്ത് ആൻഡ് മീനിങ് എന്നൊക്കെ പറയുന്ന പുസ്തകം എഴുതിയ ക്ലോഡ് ലെവി-സ്ട്രോസ്. മരിച്ചു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം നല്ലൊരു ഗംഭീരമായ മിത്ത് ശാസ്ത്രവും മിത്ത് റിലീജിയൻ, മിത്ത് മ്യൂസിക്, ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന ഒരു പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്ന മിത്ത് ഒരു ഫങ്ഷണലായിട്ടുള്ള പറയുന്നൊരു കാര്യം ഉണ്ട്. എങ്ങനെയാണ് മിത്ത് ഉണ്ടാകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഓണത്തെ കാണുമ്പോൾ, ഓണത്തിൽ നമ്മൾ പറയില്ലേ, നാം എല്ലാവരും ഒന്നുപോലെ എന്ന് ചിന്തിച്ചിരുന്ന നല്ലൊരു ഗോത്ര സമൂഹത്തെ വിഭാവന ചെയ്യുന്നൊരു രാജാവിൻ്റെ കഥയാണ്. ഈ രാജാവിനെ സംബന്ധിച്ചിടത്തോളം ആ രാജാവിന് ഒരു ശത്രു ഉണ്ടായി. ആ ശത്രു മിത്രമായി വന്ന് രാജാവിനെ കീഴടക്കുന്നൊരു സാധനമാണ്. അത് പ്രകൃതിയിൽ രണ്ട് ഭാവമുണ്ട്. വളരെ നിർമ്മലമായ, വളരെ മാനവികമായ ഒരു ഭാവവും വളരെ ഡിസ്ട്രക്റ്റീവായിട്ടുള്ളൊരു ഭാവവും ഉണ്ട് പ്രകൃതി. അത് സൃഷ്ടി സംഹാരം എന്നൊക്കെ വേദഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നതാണ്. എല്ലാ മതങ്ങളിലും സൃഷ്ടി സംഹാരവും ദൈവത്തിൻ്റെ റോളായിട്ടാണ് പറയുന്നത്. അതേപോലെ മനുഷ്യരിൽ ഈ രണ്ട് അവസ്ഥകൾ, ഭാവങ്ങളുണ്ട് ശരിക്കും, അത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കഥയാണ് വാസ്തവത്തിൽ. പക്ഷേ ഈ കഥ അതിമനോഹരമായിട്ട് നമുക്ക് ഒത്തുവരുന്ന ഒരു കാലാവസ്ഥയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കർക്കിടകത്തിൻ്റെ കാറ്റും മഴയും കൃഷിക്ക് അനുയോജ്യമായതാണ്. പക്ഷേ ഒരു കാലഘട്ടത്തിൽ, ഇന്നത്തെ കോൺക്രീറ്റ് സൗകര്യമൊന്നുമില്ല, ഇന്ന് മഴയുമില്ല, അത്തരം ഒരു സാഹചര്യത്തിൽ അതിനെ പൊരുതി ജയിക്കൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കർക്കിടകം ഒരുപാട് ദുരിതങ്ങൾ പെയ്താണ് അന്ന് സംഭവിക്കുക. പക്ഷേ അപ്പോഴും നമ്മൾ കലിയ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് കാറ്റിനെ വേണം നമുക്ക്, പക്ഷേ കാറ്റ് ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ, വളരെ നല്ല പുരാവർത്തനങ്ങളാണ്. അത് പക്ഷേ റെലവൻ്റ് ആവുന്നത് ഈ ക്ലൈമറ്റ് ഉള്ളതുകൊണ്ടും മനുഷ്യരെക്കാലത്തും ഒരേപോലെ ആവണം എന്നും ഒരേപോലെ ആവേണ്ടതില്ല. ഒരു കാര്യത്തിൽ നമ്മുടെ എല്ലാം മേൽവിലാസം, ജാതിയും മതമൊക്കെ ഉണ്ട്, എല്ലാം അതിൻ്റെ സാംസ്കാരിക തനിമകൾ തന്നെയായിട്ട് കാണുകയും തിരിച്ചറിയാനുള്ള അതായിട്ട് കാണുകയും, ഒപ്പം നമ്മുടെ പൊതുവിലാസം മനുഷ്യനാണ്. അത് മറന്നു പോവാതിരിക്കാൻ ഈ ഐതിഹ്യം നമ്പർ 1, അത് മറന്നു പോവാതിരിക്കുന്ന നിത്യസ്മരണയാണ് ഓണം, വർഷം വരുന്ന. രണ്ടാമത്, ഈ പ്രകൃതിയിൽ, കേരളത്തിൻ്റെ പ്രകൃതി സുന്ദരമായിട്ട് കുളിച്ചൊരുങ്ങി നിൽക്കുന്ന ഒരു ക്ലൈമറ്റാണ് ഓണത്തിന്. അതിമനോഹരമായിട്ടുള്ള ചുറ്റുവട്ടത്ത് ചിങ്ങം അത്തം 1 ആയിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ഇളം വെയിൽ കാണാം, മഞ്ഞ ഒരു കളറുള്ള ഒരു പ്രകൃതി. അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു കുളിച്ചൊരുങ്ങിയ ദിവസത്തെ പോലെ ചുറ്റുവട്ടത്തൊക്കെ മഞ്ഞ കളറുള്ള പൂക്കൾ, മത്തൻ പൂവ്, ചുമന്ന പൂക്കൾ, തുമ്പികൾ കളിക്കുന്ന. നമ്മൾ യൂറോപ്പിലൊക്കെ വിൻ്റർ പോവുകയും അടുത്ത സീസൺ സമ്മറൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം പോലെ ഒരു മാസം നമുക്കുണ്ട് സത്യത്തിൽ. അതിൻ്റെ ഒരു ആഘോഷം സ്വാഭാവികമായിട്ടും കേരള സാരി ആവുന്നത്, സെറ്റ് മുണ്ടൊക്കെ മഞ്ഞ ആവുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. പലപ്പോഴും തോന്നുന്നത് നമ്മുടെ കളർ സങ്കല്പത്തിൽ നമ്മുടെ കാലാവസ്ഥ തരുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ഒരു ആംബിയൻസിൽ, ഓണത്തിൻ്റെ ആംബിയൻസിൽ നമ്മുടെ കാഴ്ച, ഒരു വിഷൻ തരുന്നത് ഒരു മഞ്ഞ സാധനമാണ്. അത് തന്നെ ആയിരിക്കണം. അതുകൊണ്ടായിരിക്കണം നമ്മുടെ ഡ്രസ്സും, അതുപോലെ ആണുങ്ങൾക്ക് വേഷ്ടി ചന്ദന കളറാവുന്നതൊക്കെ അതുകൊണ്ടായിരിക്കണം. മീനിങ് ആൻഡ് മിത്തോളജി എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്, അല്ലാതെ ഒരു സൈദ്ധാന്തിക വാചാടോപമല്ലാതെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചതായിരുന്നു. അതായത് ഈ മഞ്ഞ ഇതാണ് അതിൻ്റെ അത് വല്ലാത്തൊരു സംഭവമാണ്. അപ്പം ഓണം എന്ന് പറയുമ്പോൾ സത്യത്തിൽ അതിന് പലതരം പരിണാമങ്ങൾ, ഭക്ഷണം സ്വാഭാവികമായും അന്ന് ഓണം വിളവെടുപ്പിൻ്റെ സമയമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ നേരത്തെ പറഞ്ഞ കായ്ഫലങ്ങളൊക്കെ കിട്ടുന്ന സമയം ഒക്കെ ആയതുകൊണ്ടും ഒരു ദുരിതമാസം കഴിഞ്ഞു പോയതുകൊണ്ടും മുമ്പത്തെ ചരിത്രത്തിൽ അറിയാം, പഴയകാലം സമയത്തിൻ്റെ ദൈർഘ്യം ഭീകരമായിരുന്നു. അത്രയും സമയം ഉണ്ട്, നമുക്കിപ്പോൾ ആ സമയം പെട്ടെന്ന് അറിയുന്നില്ല എന്ന്. അതുകൊണ്ട് അതാണ് ഈ ഐതിഹ്യം കേരളം എന്നും ആഘോഷിക്കണം, എന്നും എല്ലാ വർഷവും അതിമനോഹരമായിട്ട് ആഘോഷിക്കണം. അന്നത്തെ നമ്മുടെ സന്തോഷം ആമോദത്തോടെ വാഴണം. മാത്രമല്ല, ഇതിൻ്റെ മൂന്നാമത്തെ റെലവൻസിനെ കുറിച്ച് 1, 2, 3 മൂന്നാമത്തെ റെലവൻസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മനുഷ്യനും വളരെ പ്രാധാന്യത്തോടു കൂടി മാനവികത, മൈത്രി എപ്പോഴും എല്ലാ ഫൈറ്റും എല്ലാ സംവാദവും നിലനിൽക്കുമ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ
മനുഷ്യൻ എന്ന പൊതുവിലാസം നമുക്കുണ്ട് എന്ന ഓർമ്മിപ്പിക്കുന്നതിന് നമ്മുടെ മാവേലി മഹാരാജാവിനെ, മാവേലി മന്ത്രത്തിലെ എല്ലാവരുടെയും സ്വപ്നത്തെ ഒരു 10 ദിവസത്തെ ആഘോഷത്തിൽ, 10 ദിവസത്തെ പൂവിടലിൽ, ഓണത്തപ്പന വയ്ക്കുന്നതിൽ, നമ്മുടെ വേഷം ധരിച്ച്, കേരളീയ വേഷം ധരിച്ച് ഈ ക്ലൈമറ്റിനെ ആസ്വദിക്കൽ, നമ്മുടെ പായസവും ഇതൊക്കെ നമ്മുടെ സമൃദ്ധിയുടെ മാസമാണല്ലോ. സ്വാഭാവികമായും അത്തരം ഒരു പശ്ചാത്തലമെല്ലാം ഈ ഓണത്തിന് ഓർമ്മിപ്പിക്കാം എന്ന് കരുതി സന്തോഷം. ഒരിക്കൽ കൂടി ഓണാശംസകൾ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.